നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മാറി ഇനി വേനൽക്കാലം. സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയും പുറത്തുവിട്ടിരുന്നു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തപ്പെടുന്നത്. ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറംജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റിടവേളകളിലും തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും പൊതുവെ UV സൂചിക, അതായത് അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന UV സൂചികയും ഉണ്ടാവാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. ഫെബ്രുവരി ആദ്യം തന്നെ അന്തരീക്ഷ താപനില കൂടി തുടങ്ങി. ഇതേ നില തുടർന്നാൽ കഴിഞ്ഞ വർഷത്തിന് സമാനമായി ഫെബ്രുവരി അവസാനത്തോടെ തന്നെ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം. ഈ വർഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് 7 കണ്ണൂർ വിമാനത്താവളത്തിലാണ് രേഖപ്പെടുത്തിയത്. 38.4 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കണ്ണൂരിൽ ശനിയാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ചയും രാജ്യത്തെ ഉയർന്ന ചൂട് കണ്ണൂരിലായിരുന്നു. 38.2 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ താപനില. ഞായറാഴ്ചത്തെ താപനില 36.4 ഡിഗ്രിയായി കുറഞ്ഞെങ്കിലും സംസ്ഥാനത്തെ ഉയർന്ന താപനില കണ്ണൂരിൽ തന്നെയായിരുന്നു. അന്തരീക്ഷ ആർദ്രത കൂടുന്നതിനാൽ കുമിർച്ച അനുഭവപ്പെടുന്നത് അസ്വസ്ഥമായ കാലാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കിലുള്ള അന്തരീക്ഷ താപനിലയാണിത്. ഭൂമിയിൽ നിന്നുള്ള ചൂട് കൂടിയാകുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് ഇതിലും വർദ്ധിക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 25-നാണ് കേരളത്തിൽ ചൂട് 40 ഡിഗ്രി കടന്നത്. ഇത്തവണ അതിനേക്കാൾ നേരത്തെ തന്നെ 40 ഡിഗ്രി കടന്നേക്കാം. കേരളത്തിൽ ചുട്ടുപൊള്ളുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ശൈത്യകാലം വിട പറയുകയാണ്. ഇത്തവണ അതികഠിനമായ തണുപ്പാണ് വടക്കേ ഇന്ത്യയിൽ അനുഭവപ്പെട്ടത്. മധ്യ ഇന്ത്യയിൽ സാധാരണ താപനിലയിലാണ് മുന്നോട്ട് പോകുന്നത്. തെക്കേ ഇന്ത്യയിൽ വേനൽ ചൂട് ആരംഭിച്ചു തുടങ്ങി. തീരപ്രദേശങ്ങൾ, മലയോര മേഖലകളിൽ താപനില മിതമായി തുടരുകയാണ്. ഏതായാലും സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നന്നായി വെള്ളം കുടിക്കുക, പുറത്തിറങ്ങുമ്പോൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുക, കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2 മാസം വേനൽക്കാല അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ. പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വടക്കൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശൈത്യകാല തണുപ്പിൽ നേരിയ വർധനവുണ്ടാകും. പല സ്ഥലങ്ങളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്നും താരതമ്യേന സ്ഥിരതയുള്ള കാലാവസ്ഥയ്ക്ക് ശേഷം നേരിയ തണുപ്പ് തിരികെ വരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. രാത്രിയിലെ താപനിലയിൽ കുറവുണ്ടായിട്ടും വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും പകൽ സമയത്തെ കാലാവസ്ഥ ശോഭയുള്ളതും വെയിലും നിറഞ്ഞതായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. മിക്ക പ്രദേശങ്ങളിലും തെളിഞ്ഞ ആകാശമായിരിക്കും. സമതലങ്ങളിൽ മേഘാവൃതം പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും കശ്മീരിന്റെയും ലഡാക്കിന്റെയും ചില ഭാഗങ്ങളിൽ ചില മേഘങ്ങൾ തങ്ങി നിൽക്കാം.
പടിഞ്ഞാറ് രാജസ്ഥാൻ മുതൽ കിഴക്ക് ബീഹാർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്തോ ഗംഗാ സമതലങ്ങളിൽ സൂര്യപ്രകാശം ശക്തമായി തുടരും. പക്ഷേ കഠിനമായിരിക്കില്ല. കാരണം തണുത്ത വടക്കൻ കാറ്റ് പകൽ സമയത്തെ താപനില സുഖകരമായി നിലനിർത്തും. ഫെബ്രുവരിയിലെ ശൈത്യകാല പരിവർത്തന കാലയളവിൽ തെളിഞ്ഞ ആകാശവും തണുത്ത കാറ്റും കൂടിച്ചേരുന്നതും സാധാരണമാണ്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഒരു കാലാവസ്ഥാ സംവിധാനം വികസിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്ത് ഉടനടിയോ കാര്യമായതോ ആയ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തെക്കൻ ഉപദ്വീപിലെ കാറ്റിന്റെ രീതികളെ ഈ സംവിധാനം ക്രമേണ സ്വാധീനിച്ചേക്കാമെന്നും ഇത് ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നേരിയ മേഘാവൃതമാകാൻ കാരണമാകുന്നു എന്നും പ്രവാചകർ പറയുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഘങ്ങൾ പതുക്കെ മധ്യേന്ത്യയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും തെക്കൻ, മധ്യകിഴക്കൻ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളും ഇപ്പോൾ തെളിഞ്ഞതും വരണ്ടതുമായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഉപദ്വീപിന്റെ ചില ഭാഗങ്ങളിൽ കാറ്റിന്റെ വേഗത വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതൽ മേഘാവൃതമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഹ്രസ്വകാലത്തേക്ക് മഴയ്ക്ക് സാധ്യതയില്ല. മൊത്തത്തിൽ ഇന്ത്യയിലുടനീളമുള്ള കാലാവസ്ഥാ രീതി ശൈത്യകാലത്തിന്റെ അവസാനത്തെ ഒരു സാധാരണ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. വടക്കൻ സമതലങ്ങളിലേക്ക് തണുത്ത കാറ്റ് തിരിച്ചെത്തുന്നു. മിക്ക പ്രദേശങ്ങളിലും തെളിഞ്ഞ ആകാശം ആധിപത്യം പുലർത്തുന്നു. തെക്കൻ ഉപദ്വീപിൽ ചെറിയ അന്തരീക്ഷ പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ സ്ഥിരവും വരണ്ടതുമായ കാലാവസ്ഥ തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. വടക്കൻ ഇന്ത്യയിൽ തണുത്ത പ്രഭാതങ്ങളും മധ്യകിഴക്കൻ ഇന്ത്യയിലുടനീളം സുഖകരമായ പകൽ താപനിലയും ഉണ്ടാകും. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല.